Hello, welcome back to Karma Academy. This is Kaveri. So, നമ്മൾ RRB NDPC QA PYQ സീരീസിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് എ ഹെമിസ്ഫെറിക്കൽ ക്യാപ്പ് ഹാവിങ് എ റേഡിയസ് ഓഫ് 24 സെൻറ്റിമീറ്റർ അല്ലേ. അതായത് ഒരു ഹെമിസ്ഫെറിക്കൽ ക്യാപ്പിൻ്റെ വോളിയം കാണാനാണ്. ആ ക്യാപ്പിൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ക്യാപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം ഹെമിസ്ഫെറിക്കൽ സ്ട്രക്ചറിൻ്റെ വോളിയം എന്നാണ്. വോളിയം എന്ന് പറയുന്നത് 2/3 πr³ ആണ് അല്ലേ. ഇവിടെ r നമുക്കുണ്ട്. സോ നമുക്ക് വോളിയം കണ്ടുപിടിക്കാമല്ലോ. വോളിയം 2/3 പൈ, നമ്മുടെ ആൻസറിലെല്ലാം പൈ ഉണ്ട്. സോ പൈക്ക് നമ്മൾ എക്സ്ട്രാ വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. r³ 24³ അല്ലേ. സോ 24 × 24 എത്രയാണ്? 8 × 2 എന്ന് പറയുന്നത് 16 ആണ്. 24ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 529 അല്ല, 576. മാറിപ്പോയി. അപ്പോൾ 16 × 576 എത്രയാണ്? 9216 ആണ്. നിങ്ങൾ ഇത്രയും കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി യൂണിറ്റ് ഡിജിറ്റ് 6 കിട്ടുമ്പോഴേ നിങ്ങൾക്ക് ഓപ്ഷൻ സി ആണെന്ന് കുത്താൻ പറ്റും. കാരണം യൂണിറ്റ് ഡിജിറ്റ് 6 വരുന്ന ഒരേ ഒരു ആൻസർ ആണ് ഓപ്ഷനിലുള്ളത്. സോ അപ്പോഴേ നിങ്ങൾക്ക് ഓപ്ഷൻ സി ആണെന്ന് കുത്താൻ പറ്റും. സോ ഞാനിവിടെ ഫുള്ള് ചെയ്തതേ ഉള്ളൂ. 9216 സെൻറ്റിമീറ്റർ³ ആണ് ഹെമിസ്ഫെറിക്കൽ ക്യാപ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The ratio of number of girls and boys participating in sports of a school is 1:5. If the number of the girls is 201, determine the number of boys participating in the sports അല്ലേ. അതായത് ഒരു സ്കൂളിലെ സ്പോർട്സിൽ പങ്കെടുക്കുന്ന ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 1:5 ആണ്. അതായത് ഒരു ഗേൾ ആണ് പങ്കെടുക്കുന്നതെങ്കിൽ ബോയ്സ് എത്ര പേര് പങ്കെടുക്കും? 5 പേര് പങ്കെടുക്കും. അതാണ് റേഷ്യോ. ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 201, അതായത് ഗേൾസ് ശരിക്കും പങ്കെടുക്കുന്ന എത്ര പേരാണ്? 201 പേരാണ്. അതായത് ഇവിടെയുള്ള ഒരു യൂണിറ്റ്, ഈ ഗേൾസിന്റെ ഒരു യൂണിറ്റ് എത്രയാണ് ശരിക്കും? 201 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ബോയ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ സ്പോർട്സ്. സോ ഒരു യൂണിറ്റ് നമുക്ക് 201 ആണ്. അപ്പോൾ ബോയ്സ് എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. ബോയ്സ് ഇവിടെ തന്നിരിക്കുന്നത് റേഷ്യോയിൽ 5 യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് 201 ആണെങ്കിൽ 5 യൂണിറ്റ് എത്രയായിരിക്കും? 5 × 201 1005 ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഹാവിംഗ് എ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 216 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 216 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു ക്യൂബിൻ്റെ സർഫസ് ഏരിയ ഉള്ള ഒരു ക്യൂബിൻ്റെ എന്താണ്? വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു ക്യൂബിൻ്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 6a². എ ആണ് ഒരു സൈഡിൻ്റെ ലെങ്ത് എങ്കിൽ 6a² ആണ് എന്തെന്ന് പറയുന്നത്? സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്ന്. ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 6a² ആണ്. അതാണ് ഇവിടെ 216 എന്ന് തന്നിരിക്കുന്നത്. സോ 6a² 216 ആണെങ്കിൽ ഓക്കെ, a² എത്രയാണ്? 216/6 അല്ലേ. അത്രയാണ് 36 ആണ്. സോ എ എന്ന് പറയുന്നത് √36 ആണ്. സോ എ സൈഡ് എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? a³ ആണ്. a³ എന്ന് പറയുന്നത് 6³ 6³ എത്രയാണ്? 216 തന്നെയാണ്. സോ സർഫസ് ഏരിയ എത്രയാണോ അത് തന്നെയാണ് ഈ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത്. സോ വോളിയം എന്ന് പറയുന്നത് 216 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ ആർ ദ ഏജസ് ഓഫ് 5 പീപ്പിൾ 20, 30, 35, 40 ആൻഡ് 45. കാൽക്കുലേറ്റ് ദ ആവറേജ് ഏജ് ഇൻ ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ 5 ആൾക്കാരുടെ ഏജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 20, 30, 35, 40 ആൻഡ് 45. അങ്ങനെയാണെങ്കിൽ 5 പേരുടെ ആവറേജ് ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് സം ബൈ number of observation.
സോ സം എത്രയാണ്? 20 + 30 + 35 + 40 + 45 എത്ര വരും? 20 30 50, 50 30 80, 80 40 120, 120 40 160, പിന്നെ ഈ 5ഉം 5ഉം ഉണ്ട്. സോ 170. നമ്പർ ഓഫ് ഒബ്സർവേഷൻ n എത്രയാണ്? 5 ആണ്. സോ എത്ര വരും? 170/5 34 വരും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ വെൻഡർ സോൾഡ് 4 chocolates for ₹1, thereby gaining 100%. How many chocolates did he buy for ₹1? അതായത് ഒരു വെൻഡർ 1 രൂപയ്ക്ക് 4 ചോക്ലേറ്റ്സ് വിറ്റു. 1 രൂപയ്ക്ക് 4 ചോക്ലേറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോക്ലേറ്റിന്റെ വില എത്രയാണ്? ഒരു ചോക്ലേറ്റിന്റെ വില എന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത്, 4 ചോക്ലേറ്റ് 1 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ ഒരു ചോക്ലേറ്റിന്റെ പ്രൈസ് 1/4 അല്ലേ? അങ്ങനെ കൊടുത്ത സമയത്ത് thereby gaining 100%, അയാൾക്ക് എന്താണ് 100% പ്രോഫിറ്റ് കിട്ടി. 100% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ how many chocolates did he buy for ₹1? അങ്ങനെയാണെങ്കിൽ 1 രൂപയ്ക്ക് എത്ര ചോക്ലേറ്റ് ആണ് അയാൾ വാങ്ങിയത്? എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം 100% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെൻറ്റേജിനായിരിക്കും വിറ്റിട്ടുണ്ടാവുക? 100% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% അല്ലേ? സോ 100% പ്രോഫിറ്റും കൂടെ കിട്ടി. അതായത് എത്ര പെർസെൻറ്റേജിനായിരിക്കും വിറ്റിട്ടുണ്ടായിരിക്കുക? കോസ്റ്റ് പ്രൈസിന്റെ 200%. സോ കോസ്റ്റ് പ്രൈസിന്റെ 200%നായിരിക്കും വിറ്റിട്ടുണ്ടായിരിക്കുക. ആ വിറ്റ വിലയാണ് 1/4. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 200% എന്ന് പറയുമ്പോൾ 200/100 is equal to 1/4. 2. So CP എന്ന് പറയുന്നത് 1/4/2, 1/8. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1/8 ആണ്. ഒരു ചോക്ലേറ്റിന് 1/8 രൂപയ്ക്കാണ് ഒരു ചോക്ലേറ്റ് മേടിച്ചത്. അതായത് 1 രൂപയ്ക്ക് എത്ര ചോക്ലേറ്റ്? 1 രൂപയ്ക്ക് 8 ചോക്ലേറ്റ് എന്ന രീതിയിലാണ് മേടിച്ചത്. ഓക്കെ, അപ്പോൾ 1 രൂപയ്ക്ക് 8 ചോക്ലേറ്റ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. Following are the marks obtained by 5 students in a test: 45, 67, 80, 56 and 72. What is the range of the marks? അതായത് 5 സ്റ്റുഡൻസിന്റെ മാർക്സ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാർക്സിന്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് നമ്പരും ലോവസ്റ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഹയസ്റ്റ് നമ്പരും ലോവസ്റ്റ് നമ്പരും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന മാർക്സിൽ ഹയസ്റ്റ് മാർക്സ് ഏതാണ്? 45 ഉണ്ട്, 67 ഉണ്ട്, 80, 56, 72. സോ 80 ആണ് എന്തെന്ന് പറയുന്നത്? ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് ഏതാണ്? 45 ആണ് അല്ലേ? സോ ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 45 ആണ്. സോ റേഞ്ച് എന്ന് പറയുന്നത് 80 - 45 എത്ര വരും? 35. സോ റേഞ്ച് എന്ന് പറയുന്നത്, ഈ മാർക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 35 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. റോബിൻ ആൻഡ് വരുൺ together can paint a hole in 6 days. Robin alone can paint it in 42 days. In how many days can Varun alone paint it? ഓക്കെ, റോബിൻ വരുൺ എന്ന 2 ആൾക്കാരുണ്ട്. അവർക്ക് ഒരുമിച്ച്, റോബിനും വരുണും ഒരുമിച്ചാണെങ്കിൽ അവർക്ക് എത്ര ദിവസം കൊണ്ട് ഒരു ഹോൾ പെയിന്റ് ചെയ്യാൻ പറ്റും? 6 ദിവസം കൊണ്ട്, 6 ഡേയ്സ് കൊണ്ട് പെയിന്റ് ചെയ്യാൻ പറ്റും. ഇനി റോബിൻ ഒറ്റയ്ക്ക് ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് പെയിന്റ് ചെയ്യാൻ പറ്റും? 42 ദിവസം കൊണ്ട് പെയിന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വരുൺ എലോണിന് എത്ര ദിവസം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റോബിനും വരുണും ഒരുമിച്ച് 6 ഡേയ്സ്, റോബിന് 42 ഡേയ്സ്. സോ നമുക്ക് ടോട്ടൽ വർക്ക് എത്രയായിട്ട് എടുക്കാം? 6 ഡേയ്സിന്റെയും 42 ഡേയ്സിന്റെ LCM ആയിട്ട് എടുക്കാം. 6ന്റെയും 42ന്റെ LCM എത്രയാണ്? 42 തന്നെയാണ് അല്ലേ? സോ റോബിനും വരുണും കൂടെ ഒരുമിച്ചുള്ളപ്പോൾ അവരുടെ എഫിഷ്യൻസി എത്രയാണ്? 42/6 എത്രയാണ്? 7 ആണ്. ഇനി റോബിൻ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ എഫിഷ്യൻസി എത്രയാണ്? 42/42 1. ഓക്കെ, അപ്പൊ റോബിനും വരുണും ഒരുമിച്ചുള്ളപ്പോൾ അവരുടെ എഫിഷ്യൻസി 7 ആണ്. റോബിൻ ഒറ്റയ്ക്കുള്ളപ്പോൾ 1 ആണ്. അങ്ങനെയാണെങ്കിൽ വരുണിന്റെ എത്രയായിരിക്കും? റോബിന്റെ 1 അല്ലേ? സോ വരുണിന്റെ ബാക്കി 6ഉം വരുണിന്റെ എഫിഷ്യൻസി ആണ്. സോ വരുണിന്റെ എഫിഷ്യൻസി 6 ആണ്. അപ്പൊ വരുണിന് ആവശ്യമായിട്ട് വരുന്ന ഡേയ്സ് എത്രയാണ്? ടോട്ടൽ വർക്ക് ബൈ
എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് എത്രയാണ്? 42 എന്നാണ് നമ്മൾ എടുത്തത്. ബൈ എഫിഷ്യൻസി, വരുണിന്റെ എഫിഷ്യൻസി 6 ആണ്. സോ ഡേയ്സ് ആവശ്യമായിട്ട് വരുന്നത് 7. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് മൈനസ് 1/x is equal to 10, then find the value of x cube minus 1/x cube. ടൈപ്പിംഗിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഇത് എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് ആണ് കേട്ടോ. മിസ്റ്റേക്ക് വന്നതിൽ സോറി. നോക്കാം. എക്സ് ബൈ 1/x 10 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് എത്രയാണെന്നാണ്. ഓക്കെ, സോ എക്സ് മൈനസ് 1/x 10 ആണെങ്കിൽ നമുക്കറിയാം എക്സ് മൈനസ് 1/x പി ആണ്. പി എന്ന് തന്നാൽ എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് എത്രയാണ്? പി ക്യൂബ് പ്ലസ് 3p ആണ് അല്ലേ? പി ക്യൂബ് പ്ലസ് 3p ആണ്. സോ ഇവിടെ പി എത്രയാണ് തന്നിട്ടുണ്ട്? 10 ആണെന്ന് തന്നിട്ടുണ്ട്. സോ എന്താണ്? എക്സ് മൈനസ് 1/x ക്യൂബ് പി ക്യൂബ്, അതായത് 10 ക്യൂബ് പ്ലസ് 3p, 3 into 10, അതായത് 1000 പ്ലസ് 30, 1030. സോ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ 144 ഡിവൈഡഡ് ബൈ 8/4 into 7 plus 7 minus 5 plus 8 minus 9 plus 2. സോ ഇത് സിംപ്ലിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ബോട്ട് മാസ് വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബോട്ട് മാസ്? എല്ലാവർക്കും ബോട്ട് മാസ് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് വന്നാൽ ചെയ്യാനുള്ളത്. സോ അത് വെച്ചിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്യുക ആൻഡ് ആൻസർ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.